ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന വളരെ നാളുകളായിട്ട് മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ഒരുപാട് ചിത്രങ്ങളുടെ OTT റിലീസ് ചെയ്ത് റിവ്യൂ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു ലിസ്റ്റിലെ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ഉണ്ണിമുകുന്ദൻ, അപർണ ബാലമുരളി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ മിണ്ടിയും പറഞ്ഞു എന്ന് പറയുന്ന സിനിമ. തിയേറ്ററുകളിൽ വലിയ വിജയങ്ങൾ സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. അരുൺ ബോസ് ആയിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സൺ നെക്സ്റ്റ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി 9 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികളും തമിഴ് സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ചിത്രങ്ങളെന്നാണ് പരാശക്തി എന്ന് പറയുന്ന ശിവകാർത്തികേയൻ ചിത്രം. ശിവകാർത്തികേയൻ, രവി മോഹൻ, ശ്രീലീല തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സുധാ കൊങ്കർ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് പരാശക്തി എന്ന് പറയുന്ന സിനിമ. ഏകദേശം 150 കോടിയോളം ബഡ്ജറ്റിലെത്തിയ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിലായിട്ട് 80 കോടിയോളം മാത്രം കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ C5 ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് C5 ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി ചിത്രത്തിലെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ചെക്ക്മേറ്റ് എന്ന് പറയുന്ന അനൂപ് മേനോൻ ചിത്രം. അനൂപ് മേനോൻ, രാജ്, രേഖ ഹരീന്ദ്രൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഒരു ത്രില്ലർ ഘടകത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു ചെക്ക്മേറ്റ് എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫെബ്രുവരി 6-ാം തീയതി ഇപ്പോഴത്തെ ചിത്രം സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് വഴിയായിരിക്കും ചിത്രം സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം ഇന്നത്തെ സർപ്രൈസ് OTT റിലീസ് ആയി നോക്കുകയാണെങ്കിൽ പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ദി രാജാസാബ് എന്ന് പറയുന്ന സിനിമയാണ്. പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് മാരുതി അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ജനുവരി മാസം 9-ാം തീയതി പൊങ്കൽ റിലീസായിട്ടെത്തിയ ചിത്രം 200 കോടി രൂപയോളം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ ഈ വരുന്ന ഫെബ്രുവരി മാസം 6-ാം തീയതി ചിത്രത്തിന് സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിലും തെലുങ്കിന് പുറമെ മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് നെല്ലികാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമ. മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തി ആവറേജ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് നൗഫൽ അബ്ദുള്ളയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 6-ാം തീയതി ഇന്ന് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജനുവരി മാസം സംക്രാന്തി റിലീസായിട്ട് എത്തിയ ചിത്രമായിരുന്നു മനശങ്കര വരപ്രസാദ ഗാരു എന്ന് പറയുന്ന സിനിമ. ചിരഞ്ജീവി, വെങ്കടേഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 450 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ ഒരു വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 11-ാം തീയതി റിലീസിന് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ 7ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കൂടുതൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. സൈനികം കേന്ദ്ര കഥാപാത്രയ്ക്ക് ഉണ്ണി ശിവലിംഗം അണിയിച്ചിരിക്കുക ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ബൾട്ടി എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് എന്നാണ് ഈ സിനിമയെ ഒഫീഷ്യലായിട്ട് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി ഡീനോ ഡെന്നീസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ മാസം ഏപ്രിൽ റിലീസായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ C5 സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഡേറ്റ് ഇതിനോടൊപ്പം തന്നെ കൺഫേം ആയിട്ട് പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ദിലീപിന്റെ 2 ബൊമ്മൻ ചിത്രങ്ങളിലൊന്നാണ് തങ്കമണി, ബാന്ദ്ര തുടങ്ങിയ സിനിമകൾ. ഇപ്പോഴത്തെ ബാന്ദ്ര ഒരു യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതേസമയം അത് ചിത്രത്തിന്റെ തിയേറ്റർ പ്രിന്റ് മാത്രമാണ്. അതേസമയം തങ്കമണി എന്ന സിനിമയുടെ യാതൊരുവിധ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടില്ല. സൈനപ്പിളെ ചിത്രത്തിന്റെ OTT റൈറ്റ്സിന് വേണ്ടിയുള്ള ഡീലുകൾ നടത്തുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രഷർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.